യുക്രൈനിലെ സാപ്പറോഷ്യ ന്യൂക്ലിയർ നിലയത്തിൽ നിന്ന് റഷ്യ പിന്മാറണമെന്ന UN പ്രമേയം 60 രാജ്യങ്ങൾ വിട്ടുനിന്ന വോട്ടെടുപ്പിൽ 9 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 99 രാഷ്ട്രങ്ങൾ അനുകൂലിച്ചു. 2022 ഫെബ്രുവരിയിലാണ് റഷ്യ ഈ പ്ലാന്റ് പിടിച്ചെടുത്തത്. നിലവിൽ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ലെങ്കിലും ആണവ ഘടകങ്ങൾ പ്ലാന്റിൽ നിന്നും മാറ്റേണ്ടതുണ്ടെന്നും UN അറിയിച്ചിട്ടുണ്ട്. ഐസൺ ജോസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഐസൺ, എന്താണ് അപ്പോൾ UN പ്രമേയത്തിൽ കൃത്യമായി പറയുന്നത്? വീണ, UN പ്രമേയത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ഈ ന്യൂക്ലിയർ ഡിസാർമമെന്റിന്റെ ഭാഗമായി, അതായത് ആണവ ആയുധങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള UN ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമായുള്ള ഒരു നീക്കത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് ഇപ്പോൾ UN സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും 99 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ അനുകൂലിക്കുകയും 9 രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ 60 രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് ചില ആശയപരമായ വിഷയങ്ങളെല്ലാം തന്നെയുണ്ട്. സമാധാന ആവശ്യങ്ങൾക്ക് ന്യൂക്ലിയർ പവർ പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച എല്ലാം ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ വിട്ടുനിന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയായാലും സപ്പോറിഷ്യ ആണവ നിലയം, യുക്രൈനിലെ ആണവ നിലയം റഷ്യ 2022 പിടിച്ചെടുക്കുകയായിരുന്നു. പിടിച്ചെടുത്തതിന് ശേഷം അതിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. എങ്കിൽ കൂടി നമുക്കറിയാവുന്നതാണ്, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൾപ്പെടെയുള്ള ആണവ ഇന്ധനം അതിനകത്തുണ്ടായിരിക്കും. ഈ ആണവ ഇന്ധനമെല്ലാം തന്നെ കൃത്യമായി സൂക്ഷിക്കുന്നതിനും അതിന്റെ കാലാവധി കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യുന്നതിനും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം നടപടികളെല്ലാം തന്നെ നടത്തുന്നതിന് യുക്രൈന് പറ്റാത്തൊരു സാഹചര്യമാണ് ഈ 2022 റഷ്യ അതിന് മുകളിൽ അധീശത്വം സ്ഥാപിച്ചതോടെ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ റഷ്യ ഉടൻ തന്നെ പിന്മാറണമെന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ റഷ്യ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ പിന്മാറുമോ എന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതിൽ ചില എതിർപ്പുകളും റഷ്യ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു ആണവ നിലയം വീണ്ടും യുക്രൈന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് ഭീഷണിയാകും എന്ന ഒരു നിലപാടും റഷ്യ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് തന്നെയായാലും ഒരു അന്താരാഷ്ട്ര ദൗത്യ സംഘം ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വരും. അതിനുശേഷം കാര്യക്ഷമമായ നീക്കങ്ങൾ നടത്തി ഈ ആണവ നിലയത്തിൽ നിന്നും പിന്മാറേണ്ട ഒരു നിലപാടിലേക്ക് റഷ്യയെ എത്തിക്കുകയും ആണവ നിലയം ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്നും യുക്രൈനെ തടയുകയും വേണം. എന്ത് തന്നെയായാലും അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. UN പ്രമേയം കൃത്യമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. 99 പേർ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും 99 രാഷ്ട്രങ്ങൾ എതിർത്ത് വോട്ട് ചെയ്യുകയും 60 രാഷ്ട്രങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്ക് യു ഐസൺ.